ഇതെങ്ങനെ ശരിയാക്കണേ? അത് ശരി, ഇന്നാളൊരു വീഡിയോയിൽ ഒരു പയ്യൻ കണ്ണട ചെയ്യണുണ്ട്. എന്നാൽ പിന്നെ കണ്ണട ചെയ്ത് നോക്കാം. ഇതല്ല, ഇതിലപ്പുറവും ചാടിക്കടന്നവനാണ് ഈ കുഞ്ഞുമോൻ. എൻ്റെ ദൈവമേ, ഇത് ശരിയാവണേ. അയ്യോ, ശരിയായില്ല. ഇതിന് ശരിയാക്കാൻ പറ്റൂലേ? ഇവളെന്താ രക്തരക്ഷസ ഇങ്ങനെ ചിരിക്കാൻ? നാളെ നേരത്തെ പോണോട്ടാ. എവിടേക്ക്? ഔ, കരുവന്നൊരു സ്കൂളുണ്ടായിരുന്നു, നീ മറന്നത്? അയ്യോ, ഞാനത് മറന്നു. പ്രതിഭ സിസ്റ്റർ പ്രത്യേകം പറഞ്ഞതാ നേരത്തെ വരണെന്ന്. പിന്നെ പ്രസംഗം ഒന്നും പറയാൻ നിക്കണ്ടാട്ടാ. അല്ലടി, അവര് പറഞ്ഞ പ്രസംഗം പറയേണ്ടി വരില്ലേ? ഷോ, എനിക്ക് വയ്യ നാണം കെടാൻ. എന്റെ കുഞ്ഞുമോൻ ചേട്ടാ, നിങ്ങൾ പഠിച്ചിട്ട് പോയി പ്രസംഗിക്ക്. അല്ലാണ്ട് വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ നാണം കെടുത്തല്ലേ. പഠിച്ചിട്ട് പോയാ 10 കൊല്ലം സ്കൂളിൽ കട്ടയ്ക്ക് പഠിച്ചിട്ട് എനിക്ക് പൂജ കിട്ടാറ്. പിന്നെയാണ് ഇപ്പ കട്ടയ്ക്ക് പഠിച്ചാ പൂജ കിട്ടുള്ളൂ. പഠിക്കുമ്പോ മര്യാദയ്ക്ക് പഠിക്കണം. നിങ്ങളുടെ പാരമ്പര്യമാണ് അക്കൂനും കിട്ടിയേക്കണേ. എനിക്ക് ആഗ്രഹമുണ്ട് നല്ലൊരു പ്രാസംഗികനാവാൻ. പക്ഷെ സ്റ്റേജ് കാണുമ്പോ എന്റെ കൈയും കാലും വരച്ചിട്ട് എന്റെ ബുദ്ധി ഒന്നും വർക്ക് ചെയ്യണമെന്ന്. അതിന് ബുദ്ധി നിങ്ങളുടെ കുറെ നാട്ട് വർക്ക് ചെയ്യണില്ല. ആര് പറഞ്ഞു? എന്റെ ബുദ്ധിയൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല. അതെ, പ്രസംഗം തുടങ്ങുമ്പോഴേ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എന്ന് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. അല്ലാണ്ട് എല്ലാവർക്കും സുഖല്ലേ അങ്ങനെയല്ല തുടങ്ങേണ്ടത്. ഞാനെങ്ങനെ ആയിരിക്കണം തകർത്താന്. എന്നാ പിന്നെ നീ പ്രസംഗം പറഞ്ഞു. ഞാനൊന്നും പറയില്ല, എനിക്ക് പേടിയോ. ഞാൻ നിങ്ങളെ നന്നായിട്ട് പറയാൻ വേണ്ടി പറഞ്ഞതാ. പറഞ്ഞു പിടിച്ചപ്പോ എന്റെ തലയിലായ. എന്താവും ദൈവത്തിനും അത്ര അറിയാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇന്നസെന്റിന്റെ പ്രസംഗം കേട്ടണ്ട? ചിലതൊക്കെ കേട്ടുണ്ട്. ഇന്നസെന്റ് ഏട്ടനെ എവിടെ പ്രസംഗം പറഞ്ഞാലും ആലിസേച്ചിയുടെ പേര് പറയും. അങ്ങനെയാണ് ആലിസേച്ചി ഫേമസ് ആയത്. അതിനിപ്പോ ഞാനെന്ത് ചെയ്യണ്ടേ? നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ നാളെ പ്രസംഗം പറയൂലേ, അപ്പൊ എന്റെ പേര് അടക്കിയിട്ടൊന്ന് പറയണം. സിബി സിബിന്ന്. അപ്പൊ ഞാനും ഫേമസ് ആവൂലേ. എന്റെ എന്ത് കാര്യം പറയാനാണ്? ചുമ്മാ എന്തെങ്കിലുമൊക്കെ പൊക്കി പറഞ്ഞോ. സിബി നല്ല ഉത്തമയായ ഭാര്യയാണ്, നല്ല സ്വഭാവത്തിന് ഉടമയാണ്, പിന്നെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നെ കുറിച്ച് പറയാനായിട്ട്. ഓർത്താ പറയാ. അങ്ങനെ ഞാനും ഫേമസ് ആവാൻ പോവേണ്. എല്ലാം കുഞ്ഞുമഞ്ചേട്ടന്റെ കയ്യിലാണ് കേട്ടാ. നോക്കാം. താങ്ക് യു. എല്ലാവർക്കും സുഖമല്ലേ? തുടങ്ങി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ യൂത്ത് ഫെസ്റ്റിവലിന് തയ്യാറായിട്ടിരിക്കുകയാണല്ലേ? അയ്യോടാ, ഞാൻ ഒരു കാര്യം മറന്നുപോയി. സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഒന്നും തോന്നരുത്, അത് ഞാൻ പറയാൻ മറന്നുപോയി. തുടക്കം അങ്ങനെയുള്ള വേണ്ടേ? ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. ഈ മറവി ഭയങ്കര പ്രശ്നമുണ്ടാ. മറവിണ്ടെങ്കിൽ പിന്നെ നിന്നെ പ്രസംഗം പറയണേ. സ്റ്റേജിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ, പിന്നെ PTA പ്രസിഡന്റ്, പിന്നെ എൻ്റെ വൈഫ് സിബി. കാരണം അവളുടെ പേര് പറഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഇടി കിട്ടും. അയ്യോ, പെട്ടു. അല്ല, എന്നോട് പറഞ്ഞണ്ടേ, നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴും എൻ്റെ പേര് പറയാറില്ല, അതുകൊണ്ട് ഇവിടെ എന്തായാലും പറയണമെന്ന്. ഈ മനുഷ്യൻ നാണം കെടുത്തി അടങ്ങുള്ളൂ. എടി പറഞ്ഞിട്ടാ, സന്തോഷമായില്ലേ? പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട അക്കു നിൻ്റെ പേരും പറഞ്ഞിട്ടാ. ഇനി ഞാൻ എൻ്റെ ഭാര്യ സിബിക്ക് മൈക്ക് കൈമാറുകയാണ്. പറഞ്ഞോ, കുഴപ്പമില്ല, മൈക്ക് കൊടുത്ത്. ഞാൻ പറയില്ല കേട്ടാ, എനിക്കൊന്നും പറയാനില്ല. അത് ശരി, വീട്ടിൽ നിന്ന് ഭയങ്കര വാചകം അടിച്ചു വന്ന ആളാ. ഇപ്പൊ പറയണേ അവൾക്കൊന്നും പറയാനില്ലെന്ന്. നിങ്ങൾ പേടിക്കണ്ട, സിബി 2 വാക്ക് സംസാരിക്കും. എന്നടി നിന്റെ സ്വരം കേൾക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞു. എന്തിനാ പേടിക്കണേ? ഒന്നുമില്ല. എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചേ? എന്റെ കയ്യും കാലൊക്കെ വരച്ചിട്ട്. പാവം കുട്ടികളല്ലേ. നിങ്ങത് പിടിച്ചേ, ഞാൻ പറയൂല. നീ ഒന്ന് ചീറപ്പായ സിബി, നീ ധൈര്യമായിട്ട് വന്നേ. നീ പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഈ പാവം പിള്ളേര് മാത്രമേ ഉള്ളൂ. വീട്ടിൽ വാട്ടാ, ശരിയാക്കി തരാം. എല്ലാവർക്കും സുഖല്ലേ? അത് ശരി, നീ തന്നെയല്ല പറയണേ. യൂത്ത് ഫെസ്റ്റിവലിന്ന് തുടങ്ങല്ലേ? അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുക. നല്ല മിടുക്കനും മിടുക്കത്തൊക്കെ ആയിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. നല്ലൊരു യൂത്ത് ഫെസ്റ്റിവൽ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനി വീട്ടിൽ ചെല്ലുമ്പോ എന്താവോ എന്തോ.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആ നീ ഇവിടെ ഇരിക്കണ്. എടി എനിക്ക് നാളെ ഒരു പരിപാടി ഉണ്ട്. ചിലപ്പോ എനിക്ക് പ്രസംഗം പറയേണ്ടി വരും. നിങ്ങൾ പ്രസംഗം പറഞ്ഞോ, അതിനിപ്പോ എനിക്കെന്താ? അല്ലടി, എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടാ? ഏയ്, എനിക്ക് ഒരു നിർദ്ദേശമില്ല. ഞാനെല്ലാം നിർത്തി. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ. അല്ല, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എന്നാ ആദ്യം പറയണോ? അത് നീ പറഞ്ഞില്ല. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അല്ല പിന്നെ. അല്ലടി, നിന്റെ പേര് പറയണ്ടേ? നിങ്ങ പേരും പറയണ്ട, ഒന്നും പറയണ്ട. പറഞ്ഞോടത്തോളൊക്കെ മതിയേ. അപ്പൊ നിനക്ക് ഫേമസ് ആവണ്ടേ? മറ്റേ ആലി ചേച്ചർ പോലെ. എനിക്കൊന്നും ആവണ്ട. വിളിക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞ പോലെ എന്റെ അവസ്ഥ. നാണം കിട്ടും മനുഷ്യൻ. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ പ്രസംഗം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നിന്റെ മൈക്ക് കിട്ടിയപ്പോ നിനക്ക് മനസ്സിലായില്ലേ? ഇതിനെയാണ് അറിയാത്ത പിള്ള ചൊറിയുമ അറിയെന്ന് പറയുന്നത്.